ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 4ാമത്തെ യൂണിറ്റ് വർക്ക് ഈസ് വർഷിപ്പ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അവിടെ കുറച്ച് ചിത്രങ്ങളും കുറേ സംഭാഷണങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആ ചിത്രത്തിൽ നമ്മൾ 2 വ്യക്തികളെ കാണുന്നുണ്ട്. ഒന്ന് ഗ്രാസ് ഹോപ്പറും മറ്റേത് ആൻഡുമാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തോ സംഭാഷണം ചെയ്യുകയാണ്. എന്താണെന്ന് നോക്കാം. ഹിയർ ആർ സം പിക്ചേഴ്സ് വിത്ത് ഡയലോഗ്സ്. റീഡ് ദം കെയർഫുള്ളി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയുക. ഹലോ ഫ്രണ്ട്സ്, കം ആൻഡ് എൻജോയ് ദി സമ്മർ ഡിലൈറ്റ്സ്. കൂട്ടുകാരെ വരൂ, ഈ വേനൽക്കാലം നമുക്ക് ആഘോഷമാക്കി തീർക്കാം എന്നാണ് ഗ്രാസ് ഹോപ്പർ പറയുന്നത്. അപ്പം ആൻഡ് എന്താ പറയുന്നത്? നോ, ഇല്ലില്ല, വി മസ്റ്റ് കളക്ട് ഫുഡ് ഫോർ ദി റെയിനി സീസൺ. ഇപ്പോൾ സമ്മർ കാലമാണ് അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? മഴക്കാലം വരും. മഴക്കാലത്തിന് ആവശ്യമുള്ള ഫുഡ് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാനുള്ള തിരക്കിലാണ്. വൈ ബോദർ അബൌട്ട് റെയിനി ഡേയ്സ്? വി ഹാവ് പ്ലെൻറ്റി ഓഫ് ഫുഡ് നൗ. ഗ്രാസ് ഹോപ്പർ എന്താ പറയുന്നത് അവിടെ? മഴക്കാലത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന എന്തിനാണ്? വി ഹാവ് പ്ലെൻറ്റി ഓഫ് ഫുഡ് നൗ. നമുക്ക് ധാരാളം ഭക്ഷണമുണ്ട് ഇവിടെ. അപ്പം ആൻറ്റി പറയുന്ന മറുപടി, വി ഹാവ് നോ ടൈം ടു പ്ലേ. ഞങ്ങൾക്ക് കളിക്കാനൊന്നും സമയമില്ല. വി ഹാവ് ടു ഫിനിഷ് അവർ ഡ്യൂട്ടീസ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി തീർക്കാനുണ്ട്, ഞങ്ങളുടെ ജോലി തീർക്കാനുണ്ട്. വൈ ഡു ദ ആൻഡ്സ് വർക്ക് ഹാർഡ്? ഉറുമ്പുകൾ കഠിനമായി പ്രയത്നിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ തന്നെ ആൻസർ പറയുന്നുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കളക്ട് ഫുഡ് ഫോർ ദി റെയിനി സീസൺ. ഇനി വരുന്നത് മഴക്കാലമാണ്. ആ മഴക്കാലത്തേക്ക് ആവശ്യമുള്ള ഫുഡ് കളക്ട് ചെയ്യുക. വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദി റെയിനി ഡേയ്സ്? മഴക്കാലത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഗ്രാസ് ഹോപ്പർ മടിയനായിട്ടിരിക്കുകയാണ് അല്ലേ. ഉറുമ്പുകൾ ഇവിടെ കഠിനമായി പ്രയത്നിക്കണം. അപ്പോൾ ഇനി മഴക്കാലത്ത് എന്താ സംഭവിക്കുക? വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദി റെയിനി ഡേയ്സ്? എന്ത് സംഭവിക്കും? ഡ്യൂറിങ് റെയിനി സീസൺ ഗ്രാസ് ഹോപ്പർ വിൽ നോട്ട് ഹാവ് നോ ഫുഡ്. മിക്കവാറും ഗ്രാസ് ഹോപ്പറിന് മഴക്കാലത്ത് ഫുഡ് കിട്ടില്ല, ദാരിദ്ര്യമായിരിക്കും ഫലം. ഇഫ് യു ഹാപ്പൻ ടു സീ ദ ഗ്രാസ് ഹോപ്പർ, വാട്ട് അഡ്വൈസ് വിൽ യു ഗീവ്? പുൽച്ചാടിയെ അങ്ങനെ കാണാനിടയായാൽ എന്ത് ഉപദേശം നൽകും നിങ്ങൾ? ഡിയർ ഫ്രണ്ട്, എന്താ നൽകാം നമുക്ക്? ഡിയർ ഫ്രണ്ട്, വർക്ക് ഹാർഡ്. വർക്ക് ഈസ് വർഷിപ്പ്. നമ്മുടെ പാഠഭാഗത്ത് തന്നെ ഉണ്ട് അല്ലേ, വർക്ക് ഈസ് വർഷിപ്പ് എന്ന്. അപ്പം നമുക്ക് നമ്മുടെ കൂട്ടുകാരന് എന്ത് ഉപദേശം നൽകാം? ഡിയർ ഫ്രണ്ട്, വർക്ക് ഹാർഡ്. നന്നായി പ്രയത്നിക്കൂ. വർക്ക് ഈസ് വർഷിപ്പ്. ഇനി അതിൻ്റെ താഴെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും മകനും മകളെയും കാണാം അല്ലേ. എല്ലാവരും പണി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. നൗ ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൺ ഹിയർ. വാട്ട് ആർ ദീസ് പീപ്പിൾ ഡൂയിങ്? അവരെല്ലാവരും ചെയ്യുന്നത്, എല്ലാവരും അവരവരുടെ പണി ചെയ്യാണ് അല്ലേ. ഹൂ ഡസ് ദ വർക്ക് അറ്റ് ഹോം? വീട്ടിലെ പണികൾ ആര് ചെയ്യുന്നു? ഒരാളാണോ ചെയ്യുന്നത്? അല്ല. അവരെന്താ ചെയ്യുന്നത്? ഓൾ ദി ഫാമിലി മെമ്പേഴ്സ് ആർ ഷെയറിങ് വർക്ക് അറ്റ് ഹോം. വീട്ടിലെ ജോലികൾ എല്ലാവരും തുല്യമായി ഭാഗിച്ചെടുത്തിരിക്കുന്നതാണ്. യെസ്, ഹിയർ ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി ആർ റെസ്പോൺസിബിൾ ഫോർ ദി വർക്ക്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കഥയാണുള്ളത്. ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ്. Farming is not merely an act of cultivating crops. It glorifies labor, helps to develop a concern for fellow beings, and brings about a perfection to human life. Read the story and realize the importance of farming and its impact on our life and culture. സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട്, ദ ഡിസ്കഷൻ. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ 2 കുട്ടികളെ കാണുന്നു. അവരുടെ കയ്യിലൊരു ധാന്യവും കാണുന്നുണ്ട്. ഇനി എന്താണെന്ന് വായിച്ചു നോക്കാം. One day some children found in a ravine an object shaped like a grain of corn with a groove down the middle, but as large as a hen's egg. ഒരു ദിവസം കുറച്ച് കുട്ടികൾക്ക് മലയിടുക്കിൽ നിന്നും ഒരു ധാന്യം കിട്ടി. ധാന്യത്തിന് ഒരു കോഴിമുട്ടയുടെ അത്രയും വലിപ്പമുണ്ട്. കൂടാതെ എല്ലാ ധാന്യങ്ങൾക്കും ഉള്ളതുപോലെ അതിൻ്റെ നടുഭാഗത്ത് ഒരു കുഴി പോലെ ഒരു ഭാഗമുണ്ട്. പയറിൻ്റെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ ആ നടുഭാഗത്ത് ഒരു കുഴി പോലൊരു സാധനമുണ്ട്. അതും ഉണ്ടായിരുന്നു. എ ട്രാവലർ പാസിംഗ് ബൈ സോ ഇറ്റ്.
അതിൽ കടന്നുപോയ ഒരു സഞ്ചാരി ഇത് കണ്ടു. ഹി ബോട്ട് ഇറ്റ് ഫ്രം ദി ചിൽഡ്രൻ ഫോർ എ പെന്നി. ഒരു പെനിക്ക് അയാൾ കുട്ടികളിൽ നിന്നും വാങ്ങി. He took it to the town and sold it to the king as it was curious one. ആ ധാന്യമണിക്ക് പ്രത്യേകതയുണ്ടായിരുന്നു അല്ലേ, ഒരു കോഴിമുട്ടയുടെ അത്രയും വലിയ ധാന്യമായിരുന്നു. അപ്പോൾ ആ ഒരു ആകാംക്ഷ കൊണ്ടാണ് ഇത് ആ സഞ്ചാരി കുട്ടികളുടെ ഇന്ന് ഇത് വാങ്ങിച്ചത്. ഇത്രയും വലിയ ധാന്യമണി ആയതുകൊണ്ട്, ഇതുവരെ ആരും കാണാത്ത ഒരു ധാന്യമണി ആയതുകൊണ്ട് ആ സഞ്ചാരി അത് ടൗണിൽ കൊണ്ടുപോവുകയും അത് രാജാവിന് വിൽക്കുകയും ചെയ്തു. The king called all his wise men and told them to find out what the thing was. രാജാവ് എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു ഈ വിചിത്ര വസ്തു ഏതാണെന്ന് കണ്ടെത്താൻ ആജ്ഞാപിച്ചു. The wise men thought and thought but could not make head or tail of it. പണ്ഡിതന്മാർ എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ തലയും വാലും കണ്ടെത്താൻ സാധിച്ചില്ല. A few days later, when the thing was lying on a windowsill, a hen flew in and pecked at it till she made a hole in it. ഒരു ദിവസം ഒരു കോഴി വന്ന് ജനാലപ്പടിയിരിക്കുന്ന ഈ ധാന്യം കൊത്തി കൊത്തി പൊട്ടിച്ചു. Then everyone saw that it was a grain of corn. അപ്പം എല്ലാവർക്കും മനസ്സിലായി. ആ പണ്ഡിതന്മാർക്ക് എന്താ മനസ്സിലായത്? ഇതൊരു ധാന്യമാണെന്ന് അവർ മനസ്സിലാക്കി. സൈഡിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം നോക്കുക. പിക്ക് ഔട്ട് ദി സെൻറ്റൻസസ് ദാറ്റ് ഗീവ്സ് യു ദ ഐഡിയ ദാറ്റ് ദ വൈസ് മെൻ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് അബൌട്ട് ദി കോൺ. ഈ ധാന്യമണിയെപ്പറ്റി പണ്ഡിതന്മാർക്കൊന്നും ഒരു അറിവും ലഭിച്ചില്ല എന്നത് കാണിക്കുന്ന ഭാഗം ടെസ്റ്റിൽ നിന്ന് കണ്ടെത്തുക. സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദ വൈസ് മെൻ തോട്ട് ആൻഡ് തോട്ട് ബട്ട് കുഡ് നോട്ട് മേക്ക് ഹെഡ് ഓർ ടെയിൽ ഓഫ് ഇറ്റ്. ദ വൈസ് മെൻ വെന്റ് ടു ദി കിങ് ആൻഡ് സെഡ്. പണ്ഡിതന്മാർ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് എ ഗ്രെയിൻ ഓഫ് കോൺ. ഇതൊരു ധാന്യമണി തന്നെയാണ്. അറ്റ് ദിസ് ദ കിങ് വാസ് മച്ച് സർപ്രൈസ്ഡ്. ഇത് കേട്ട ഉടനെ രാജാവിന് വളരെയധികം അത്ഭുതം തോന്നി. ഹി ഓർഡേർഡ് ദി ലേൺഡ് മെൻ ടു ഫൈൻഡ് ഔട്ട് വെൻ ആൻഡ് വെയർ സച്ച് കോൺ ഗ്രൂ. ഉടനെ അദ്ദേഹം പണ്ഡിതന്മാരോട് ആജ്ഞാപിച്ചു, ഇത് എപ്പോൾ എവിടെ കൃഷി ചെയ്തു എന്ന് കണ്ടെത്തി പറയുക. മെൻ പോണ്ടേഡ് അഗെയിൻ. വീണ്ടും പണ്ഡിതന്മാർ ആലോചിച്ചു. ആൻഡ് സെർച്ച് ഇൻ ദെയർ ബുക്സ്. അവരുടെ ബുക്കുകളിൽ, അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം അന്വേഷിച്ചു. ബട്ട് കുഡ് ഫൈൻഡ് നത്തിങ് അബൌട്ട് ഇറ്റ്. പക്ഷെ അവരുടെ ഗ്രന്ഥങ്ങളിലൊന്നും ഇതിനെപ്പറ്റി ഒരു വിവരവും ലഭിച്ചില്ല. സോ ദേ റിട്ടേൺ ടു ദി കിങ് ആൻഡ് സെഡ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, വി ക്യാൻ ഗീവ് യു നോ ആൻസർ. ഞങ്ങൾക്ക് ഇതിന് ഉത്തരം പറയുവാൻ സാധിക്കില്ല. ദർ ഈസ് നത്തിങ് അബൌട്ട് ഇറ്റ് ഇൻ അവർ ബുക്സ്. ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. യു വിൽ ഹാവ് ടു ആസ്ക് ദി പെസൻ. കർഷകരോട് ചോദിക്കേണ്ടി വരും. പെർഹാപ്സ് സം ഓഫ് ദം മേ ഹാവ് ഹേർഡ് ഫ്രം ദെയർ ഫാദേഴ്സ് വെൻ ആൻഡ് വെയർ എ ഗ്രെയിൻ ഗ്രൂ ടു സച്ച് എ സൈസ്. ഏതെങ്കിലും കർഷകരുടെ പിതാമഹന്മാർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായിരിക്കും. എപ്പോൾ എവിടെയാണ് ഇത് കൃഷി ചെയ്തിരുന്ന ഇത്രയും വലിയ സൈസിലുള്ള ധാന്യമണികൾ എവിടെയാണ് കൃഷി ചെയ്തിരുന്നതെന്ന് ഇപ്പോഴുള്ള കർഷകരുടെ പിതാമഹന്മാർക്ക് അറിയാമായിരിക്കും. ദ ലേൺഡ് മെൻ ഫെയിൽഡ് ടു ഫൈൻഡ് ആൻ ആൻസർ അബൌട്ട് ദി കോൺ. വാട്ട് ഡു യു തിങ്ക് ദ കിങ് വുഡ് ഡു നെക്സ്റ്റ്? സീക്ക് ഹെൽപ്പ് ഫ്രം ഓൾഡ് പെസൻസ്. ധാന്യമണിയെക്കുറിച്ച് ഒരു അറിവും പണ്ഡിതന്മാരിൽ നിന്നും ലഭിച്ചില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും രാജാവ് ചെയ്യുന്നത്? പ്രായമായ കർഷകരുടെ സഹായം ചോദിക്കും. സോ ദ കിങ് ഗേവ് ഓർഡേഴ്സ് ദാറ്റ് സം വെരി ഓൾഡ് പെസൻസ് ഷുഡ് ബി ബ്രോട്ട് ബിഫോർ ഹിം. പ്രായമുള്ള കുറച്ച് കർഷകരെ തൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ രാജാവ് ആജ്ഞാപിച്ചു. ഹിസ് സെർവൻസ് ഫൗണ്ട് വൺ സച്ച് മാൻ ആൻഡ് ബ്രോട്ട് ഹിം ടു ദി കിങ്. രാജസേവകർ അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തി രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. ഹി വാസ് ഓൾഡ് ആൻഡ് ബെൻഡ്, പെയിൽ ആൻഡ് ടൂത്ത്ലെസ്. പല്ലുകൊഴിഞ്ഞ, വിളറി വെളുത്ത, നേരെ നിൽക്കാൻ കഴിയാത്ത ഒരു വയസ്സനായിരുന്നു അത്. ഹി കുഡ് ജസ്റ്റ് മാനേജ് ടു ടോട്ടർ ഇൻ ടു ദ കിങ്സ് പാലസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ക്രച്ചസ്. രാജകൊട്ടാരത്തിലേക്ക് വേച്ച് ക്രച്ചസിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം വന്നത്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ. രാജാവ് അദ്ദേഹത്തെ ഈ ധാന്യം കാണിച്ചു. ബട്ട് ദി ഓൾഡ് മാൻ കുഡ് ഹാർഡ്ലി സീ ഇറ്റ്. കാണാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല, കാഴ്ചശക്തി തീരെ ഇല്ലായിരുന്നു. ഹി ടുക്ക് ഇറ്റ് ഹൗവർ ആൻഡ് ഫെൽറ്റ് ഇറ്റ് വിത്ത് ഹിസ് ഹാൻഡ്സ്. അതുകൊണ്ട് അദ്ദേഹം ധാന്യമണി കയ്യിലെടുത്തിട്ട് സ്പർശിച്ചു നോക്കി. ദ കിങ് ക്വസ്റ്റ്യൻഡ് ഹിം. രാജാവ്
ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ക്യാൻ യു ടെൽ us, ഓൾഡ് മാൻ, വെർ സച്ച് ഗ്രെയിൻസ് ഗ്രൂ? ഹേ വൃദ്ധ, ഇത്തരത്തിലുള്ള ധാന്യമണികൾ എവിടെയാണ് വളർന്നിരുന്നത്? ഹാവ് യു എവർ ബോട്ട് സച്ച് കോൺ ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ധാന്യമണി വാങ്ങിക്കുകയോ നിങ്ങളുടെ വയലിൽ വിതയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? The old man was so deaf that he could hardly hear what the king said. വൃദ്ധനായ മനുഷ്യന് കേൾവിശക്തി തീരെ കുറവായിരുന്നു. അതുകൊണ്ട് ആൻഡ് ഓൺലി അണ്ടർസ്റ്റുഡ് വിത്ത് എ ഗ്രേറ്റ് ഡിഫിക്കൽറ്റി. വളരെ വിഷമിച്ചാണ് അയാൾ രാജാവ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. നോ, ഹി ആൻസേർഡ് അറ്റ് ലാസ്റ്റ്. ഇല്ല, അദ്ദേഹം ഉത്തരം പറഞ്ഞു. ഐ നെവർ സോഡ് നോർ റീപ്ഡ് എനി ലൈക്ക് ദിസ് ഇൻ മൈ ഫീൽഡ്സ്. എൻ്റെ വയലിൽ ഇത്തരത്തിലുള്ള ധാന്യമണി വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്തിട്ടില്ല. നോർ ഡിഡ് ഐ എവർ ബൈ എനി സച്ച്. ഇത്തരത്തിലുള്ള ഒരു വിത്ത് വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല. വെൻ വി ബോട്ട് കോൺ ദ ഗ്രെയിൻസ് വെർ ഓൾവേസ് as small as they are now. ബട്ട് യു മൈറ്റ് ആസ്ക് മൈ ഫാദർ. എന്നാൽ എൻ്റെ അച്ഛനോട് ചോദിക്കുന്നത് നന്നായിരിക്കും. ഹി മൈറ്റ് നോ വെയർ സച്ച് ഗ്രെയിൻസ് ഗ്രോ. ഇത്തരത്തിലുള്ള ധാന്യമണി എവിടെയാണ് വിളഞ്ഞിരുന്നത് എന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. സൈഡിലുള്ള ക്വസ്റ്റ്യൻ നോക്കുക. വൈ ഡിഡ് ദ പെസൻറ്റ് സജസ്റ്റ് ദാറ്റ് ഹിസ് ഫാദർ മൈറ്റ് ഗിവ് എ ബെറ്റർ സൊല്യൂഷൻ? എന്തുകൊണ്ടാണ് ആ കർഷകൻ തൻ്റെ പിതാവ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്ന് പറഞ്ഞത്? ബിക്കോസ് ഹി വാസ് മോർ എക്സ്പീരിയൻസ്ഡ്. ഇനിയും ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഗ്രാമർ പോർഷൻസ് നോക്കാം. പേജ് നമ്പർ 108 നോക്കുക. ദ ഓൾഡ് മാൻ വാസ് സോ ഡഫ് ദാറ്റ് ഹി കുഡ് ഹാർഡ്ലി ഹിയർ വാട്ട് ദ കിങ് സെഡ് ആൻഡ് ഓൺലി അണ്ടർസ്റ്റുഡ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി. ഹാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്ലി ഹാസ് എ നെഗറ്റീവ് മീനിങ്. അതിനൊരു നെഗറ്റീവ് മീനിങ് ആണുള്ളത്. വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ മിഡ് പൊസിഷൻ ഓർ ബിഫോർ ആൻ അഡ്ജക്റ്റീവ് ഓർ എ നൗൺ. പാഠഭാഗത്ത് നോക്കുക. ഇതിനൊരു നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 8 നോക്കുക. പേജ് നമ്പർ 118. റീഡ് ദി സെൻറ്റൻസസ് ഗിവൺ ബിലോ. റീറൈറ്റ് ദം യൂസിങ് ഹാർഡ്ലി. 1 ഈസ് ഡൺ ഫോർ യു. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നോക്കാം. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ബട്ട് ദ ഓൾഡ് മാൻ കുഡ് നോട്ട് സീ ഇറ്റ്. കാഴ്ചശക്തി തീരെ ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന് ആ ധാന്യമണി കാണാൻ സാധിച്ചില്ല. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ബട്ട് ദ മാൻ കുഡ് ഹാർഡ്ലി സീ ഇറ്റ്. അവിടെ നെഗറ്റീവ് മീനിങ് ആണെന്ന് പറഞ്ഞു ഹാർഡ്ലിക്ക്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നോട്ടിൻ്റെ സ്ഥാനത്ത് ഹാർഡ്ലി ചേർക്കാം. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ബട്ട് ദ മാൻ കുഡ് ഹാർഡ്ലി see it. The old man was so deaf that he could not hear what the king said. അപ്പോൾ അവിടെ എങ്ങനെ വരും ഹാർഡ്ലി ചേർത്തിട്ട്? The old man was so deaf that he could hardly hear what the king said. ഇതുപോലെ താഴെയുള്ള ബാക്കി 3 സെൻറ്റൻസുകളും മാറ്റി എഴുതി ഗ്രൂപ്പിലിടുക. ഇനി അടുത്ത ഗ്രാമർ പോർഷൻ നോക്കുക. The structure as. The structure as is used to compare things that are of similar proportion. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കി, നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് തന്നെ എന്താണ്? ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ്. നോക്കുക, ആസ് ബിഗ് ആസ്. ഇവിടെ ഒരു കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അതായത് ഒരു കോഴിമുട്ടയുടെ അത്രയും വലുതാണ് ഗ്രെയിൻ, ധാന്യം. ആ ധാന്യത്തിന് കോഴിമുട്ടയുടെ അത്രയും വലിപ്പമുണ്ട്. അതായത് രണ്ടും ഒരേപോലെ ഇരിക്കുന്നു എന്നുള്ളൊരു കമ്പാരിസൺ ആണ് അവിടെ വന്നിരിക്കുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ദ സ്ട്രക്ചർ ആസ്. ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ്. ഇത് നമ്മുടെ പാഠഭാഗത്ത് എവിടെ വരുന്നതെന്നൊന്ന് നോക്കാം. പേജ് നമ്പർ 108 നോക്കുക. ദ ഗ്രെയിൻസ് വെയർ ഓൾവേസ് ആസ് സ്മാൾ ആസ് ദേ ആർ നൗ. പേജ് നമ്പർ 119 ഇതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 9 നോക്കുക. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദി സ്റ്റോറി. ദ ഗ്രെയിൻ വാസ് ആസ് ലാർജ് ആസ് എ ഹെൻസ് എഗ്. വി ക്യാൻ സ്പ്ലിറ്റ് ദിസ് സെൻറ്റൻസ് ഇൻറ്റു 2. ആ സ്ട്രക്ചർ നോക്കുക. ആസ് ലാർജസ് എന്നാണ്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എന്താണ്? ദ ഗ്രെയിൻ വാസ് ലാർജ്.
എ ഹെൻസ് എഗ് വാസ് ലാർജ്. രണ്ടും ലാർജാണ്, ഒരേ വലിപ്പമാണെന്ന് കമ്പയർ ചെയ്യുകയാണ് അവിടെ, കമ്പാരിസൺ ആണ്. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? ലാർജാണ് അല്ലേ? ദ ഗ്രെയിൻ വാസ് ലാർജ്, എ ഹെൻസ് എഗ് വാസ് ലാർജ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നതാണ് ലാർജ്. അപ്പോൾ രണ്ടിനെയും കമ്പയർ ചെയ്ത് നമുക്ക് ഒറ്റ സെൻറ്റൻസ് ആക്കി എങ്ങനെ എഴുതാം? സ്ട്രക്ചർ ആസ് ചേർത്ത് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതും? ദ ഗ്രെയിൻ വാസ് ആസ് ലാർജ് ആസ് എ ഹെൻസ് എഗ്. ഇനി അതുപോലെ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ നമുക്ക് മാറ്റാം. Now find out the appropriate pair of sentences from the table and combine using as. One is done for you. അവിടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, 2 കോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് മാച്ച് ചെയ്യുന്നത്, കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നോക്കി കമ്പയർ ചെയ്യണം. കിഷോർ ഈസ് ടോൾ, അത് വെട്ടി കൊടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ആ എക്സാമ്പിൾ കാണിച്ചത് കൊണ്ടാണ് അത് വെട്ടിയിട്ടിരിക്കുന്നത്. ആനന്ദ് ഈസ് ടോൾ ടു. അപ്പോൾ 2 പേർക്കും ഒരേ ഫീച്ചറാണ്, എന്താണ്? ടോളാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും. കിഷോർ ഈസ് ആസ് ടോൾ ആസ് ആനന്ദ്. കിഷോർ ഈസ് ആസ് ടോൾ ആസ് ആനന്ദ്. അതുപോലെ മുകളിൽ കൊടുത്തിരിക്കുന്ന കോളത്തിൽ ഏതൊക്കെയാണ് യോജിച്ച് വരുന്നതെന്ന് നോക്കാം. നിതിൻ ഈസ് യങ്, അപ്പോൾ അതിനോട് യോജിക്കുന്നത് എന്തായിരിക്കും? അതുൽ ഈസ് ഓൾസോ യങ്. അപ്പോൾ അത് നിങ്ങൾ മാറ്റി എഴുതണം. നിതിൻ ഈസ് യങ്, അതുൽ ഈസ് ഓൾസോ യങ്. 2 പേരും എന്താണ്? യങ് ആണ്. അപ്പോൾ അതെങ്ങനെ മാറ്റി എഴുതാം? അത് താഴെ കൊടുത്തിരിക്കുന്ന വരികളിൽ പൂരിപ്പിച്ച് ഗ്രൂപ്പിലിടണം. ടിൻറ്റു ലൂക്ക റൺസ് ഫാസ്റ്റ്, അപ്പോൾ അതിനോട് യോജിച്ച് വരുന്നത് എന്താണ്? എ ഡീർ ഓൾസോ റൺസ് ഫാസ്റ്റ്. 2 പേരും വേഗത്തിൽ ഓടുന്നതാണ്. ആരൊക്കെയാണ്? ടിൻറ്റുലൂക്കയും ഡീറും അല്ലേ? അപ്പോൾ അതിനെ കമ്പയർ ചെയ്ത് ആ സ്ട്രക്ചർ ആസ് ചേർത്ത് എഴുതുക. എ ജാസ്മിൻ ഈസ് ബ്യൂട്ടിഫുൾ. അടുത്തതോ? എ ലോട്ടസ് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ. അത് കമ്പയർ ചെയ്ത് എഴുതുക. എ ഗ്രെയിൻ ഈസ് സ്മാൾ ആൻഡ് ആൻഡ് ഈസ് സ്മാൾ ടു. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നിങ്ങൾ ഒറ്റ സെൻറ്റൻസ് ആക്കി പൂരിപ്പിക്കാനുള്ള സ്ഥലത്തൊക്കെ പൂരിപ്പിച്ച് എഴുതുക. അത് ഗ്രൂപ്പിലിടണം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.